ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് എൻ്റെ ഒരു കോളേജ് ഡേ ആട്ടോ വ്ളോഗായിട്ട് ചെയ്യുന്നത്. 2 മാസത്തെ അവധിക്ക് ശേഷം ഞാൻ വ്യാഴാഴ്ചയാണ് കോളേജിലോട്ട് പോയത്. അതിന് മുന്നേ തുറന്നതാണ്. 3 ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല, ചില പേഴ്സണൽ റീസൺസ് കാരണം. അപ്പോൾ ഇന്ന് പോകാൻ നേരം എന്ന ഒരു വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ആദ്യമേ ചോറൊക്കെ കെട്ടി ബാഗിൽ വെച്ചു. വീഡിയോ പിടിക്കാൻ നേരം ആയതുകൊണ്ട് ഞാനാണ് പിടിക്കുന്നത്, അതുകൊണ്ട് അമ്മയാണ് എടുത്തു വെച്ചത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങാമെന്ന് വിചാരിച്ച് കുളിച്ചിട്ട് എൻ്റെ കോല ഏകദേശം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ആമാടപ്പെട്ടി എടുത്ത് വെച്ചു. ഇതിനകത്താണ് എൻ്റെ സാധനങ്ങൾ മൊത്തം, ഒരുങ്ങാനുള്ള സെറ്റപ്പ് സാധനങ്ങൾ, മേക്കപ്പ്, ആഭരണങ്ങൾ മൊത്തം അതിനകത്താണ്. എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പത്രമൊക്കെ വായിക്കാനെടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കത്തേ ഉള്ളൂ കേട്ടോ, കാരണം ഇപ്പോൾ ജസ്റ്റ് ഹെഡ്ലൈൻസ് ആണ് ഞാൻ കൂടുതലും വായിച്ചു പോകുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വായിക്കാമെന്ന് വിചാരിച്ചു. ഒറ്റയടിക്ക് വായിക്കാനിരുന്ന സമയം ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടും ആവും. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് എല്ലാത്തിൻ്റെ ഹെഡ്ലൈനാണ് ഞാൻ വായിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നന്നായിട്ട് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പത്രത്തിൻ്റെ മെയിൻ ഒരു ഭാഗം എഡിറ്റോറിയലാട്ടോ. നമ്മൾ എഡിറ്റോറിയൽ നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ മറ്റ് ഭാഗങ്ങളൊക്കെ ഇച്ചിരി സ്കിപ്പ് ചെയ്താലും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ ഇലക്ഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ സ്പോർട്സ് പേജൊക്കെ നോക്കി. ഇതാട്ടോ എൻ്റെ ഒരുങ്ങിക്കഴിഞ്ഞാലുള്ള കോലം. വൈകിട്ട് വരുമ്പോൾ നാശകോശമാവും, അത് വേറൊരു കാര്യം. എന്തായാലും അതിനെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒരുങ്ങി. പിന്നെ കോളേജിൽ പോകാനായിട്ട് വണ്ടി വരും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് വെളിയിരിക്കുകയാണ്. മഴയൊക്കെ ആണ്. അപ്പോൾ മഴയായിരുന്നു. അപ്പോൾ ഇനി ഇടവിട്ട് മഴ നിൽക്കും. വെളിയിലത്തെ അന്തരീക്ഷമൊക്കെ നല്ല രസമാണ്. ഇതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിലോട്ട് പോകുന്ന വഴി. അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകും. കുറച്ച് ഷേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, റോഡൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇനി വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സ്കൂള് ഞാൻ 2ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ചാണ്. GLPGS തട്ടയിൽ എന്ന് പറയും. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഇപ്പോൾ അവിടെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. ഞാൻ പഠിക്കുമ്പോഴത്തേനേക്കാളും കുറേ ഒരു സ്ഥലമൊക്കെ മാറ്റമൊക്കെ വന്നു. എന്നാലും എനിക്ക് ആ പഴയ ഒരു ഇതായിരുന്നു ഇഷ്ടം. ഇതാണ് ഒരുപ്പുറത്ത് അമ്പലം താഴെ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങ് പോവാം. പിന്നെ കാഴ്ചകളൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് പല ഭാഗത്തേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഫുള്ള് പിടിക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ച് ഏറെ നേരത്തെ യാത്രയുണ്ട്. അപ്പം ഇങ്ങനെ എന്നും ഞാൻ ഇതുവഴി പോകുന്നതാണെങ്കിൽ ഞാൻ സ്ഥലങ്ങളൊന്നും പൊതുവേ കാണാപ്പാടം പഠിച്ച് വെക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്നെ അമ്മയൊക്കെ എപ്പോഴും വഴക്ക് പറയും സ്ഥലമൊക്കെ പഠിച്ച് വെക്കണം. പക്ഷെ ഞാൻ പഠിച്ച് വെക്കത്തില്ല. എനിക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകണം. എത്ര തവണ ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണേലും പിന്നെ എനിക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകണം സ്ഥലങ്ങൾ. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പന്തളമാണ് കേട്ടോ. പന്തളത്താണ് എൻ്റെ കോളേജ് ഉള്ളത്. പിന്നെ നമ്മൾ കോളേജിലെത്തി. NSS കോളേജ് പന്തളമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗേറ്റും കൂടി കടന്നിട്ട് വേണം കേട്ടോ പോകാനൊക്കെ ഉണ്ട്. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നടന്ന് അവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ അവർ കയറ്റി വിടും കേട്ടോ, അതൊന്നും വിഷയമില്ല. ഇവിടെ വന്നപ്പോൾ എടുത്ത മരമെല്ലാം വെട്ടിക്കളഞ്ഞു. എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി കേട്ടോ, എന്തിനാണെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ പതിയെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. എന്നിട്ട് ഞാൻ ക്ലാസ്സിലെത്തി. ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണ് വന്നത്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ പിടിക്കുമായിരുന്നു. ഇതിനു മുന്നേ ഞങ്ങൾക്ക് താഴെ വേറൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടാണ്, നല്ല രസമാണ് ഇവിടെ. പിന്നെ ക്ലാസ് തുടങ്ങാൻ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇതിലൊക്കെ പുസ്തകമൊക്കെ വായിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് കുറച്ച് നേരം പുസ്തകമൊക്കെ നോക്കി. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ആട്ടോ അത്. അപ്പോൾ പുള്ളിക്കാരി അത് മേടിച്ച് നോക്കി. പിന്നെ ഞങ്ങളെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പുള്ളിക്കാരി എനിക്ക് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളിലൊക്കെ റെക്കമെൻഡേഷനൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ കാര്യം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. പിന്നെ എൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ കുറേശ്ശെ വന്നു. ഞാൻ അധികമൊന്നും വായിച്ചില്ല, 2 പേജേ വായിച്ചുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചേ വായിക്കത്തുള്ളൂ, ഇച്ചിരി വെച്ച്. 1 മാസമൊക്കെ എടുക്കും ചില നേരത്തെ ഒരു പുസ്തകമൊക്കെ തീരാനായിട്ട്. ഞാനങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ വായിക്കത്തില്ല. അഥവാ വായിക്കണമെങ്കിൽ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്ത് അർജൻറ്റായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളിടത്തൊക്കെ മാത്രമേ ഞാൻ പെട്ടെന്ന് വായിച്ച് കഴിയത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, ഇച്ചിരിയും വായിച്ചുകൊണ്ടിരിക്കും. ഇത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. നല്ല പുസ്തകമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസൊക്കെ ഒരുപാട് കിട്ടും ഇതുപോലത്തെ പുസ്തകങ്ങളിലൊക്കെ. പിന്നെ പതിയെ എൻ്റെ ഓരോ കൂട്ടുകാരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. ക്ലാസ്സൊക്കെ പതിയെ അങ്ങ് നിറഞ്ഞു. പിന്നെ ഒരു പുള്ളിക്കാരി രാവിലെ വന്നു. തലേന്ന് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് അന്നേരമാണ് മുട്ടായി കിട്ടിയത്. അപ്പോൾ രാവിലെ നല്ല രസമായി. പിന്നെ 2 പീരീഡൊക്കെ കഴിഞ്ഞു, ഇൻ്റർവെല്ലൊക്കെ ആയി. ഇതെൻ്റെ വേറൊരു കൂട്ടുകാരിയാണ് കേട്ടോ, നല്ലതായിട്ട് പാട്ടൊക്കെ പാടും, ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടും. അപ്പോൾ ഇതെൻ്റെ വേറൊരു കൂട്ടുകാരി, അവൾ ഭയങ്കര എഴുത്താണ്, സ്പീഡിൽ. പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരി. ഇപ്പം ഞങ്ങളെല്ലാവരും അവിടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. നല്ല രസം കേട്ടോ എല്ലാവരുടെയും കൂടി ഇരിക്കാനായിട്ട്.
ഇനി അടുത്തത് ക്ലാസ്സിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പീരീഡാണ് ലഞ്ച് ടൈം. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി അവിടെ നിന്ന് തംസപ്പൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ വരുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടം പോലെ കറികൾ കിട്ടുന്നത്. കാരണം എങ്ങനെയാണെന്ന് ഒരുപാട് ഷെയർ ചെയ്യും ഒരുപാട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ എനിക്ക് പുതിയ ID കാർഡൊക്കെ കിട്ടി. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. പിന്നെ എൻ്റെ ഒരു ചങ്കാട്ട് അവൾ പറഞ്ഞ് മുഖം കാണിക്കല്ലേ എന്ന്. അതുകൊണ്ട് അവൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ പുറകെ കുനിഞ്ഞങ്ങിരുന്നു മുഖം കാണിക്കല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ഇമോജി ഇട്ടേ. പിന്നെ വേറെയും കൂട്ടുകാരാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. എന്നിട്ട് എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായി പലരെയും എനിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല. ഒരാളാണെന്നുണ്ടെങ്കിൽ വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇനി ഒരു തവണ വ്ളോഗ് ചെയ്യുമ്പോൾ അവരെല്ലാം വിശദമായിട്ട് കാണിക്കാം, വേറൊരു ദിവസം വ്ളോഗ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചു പോവാം കേട്ടോ. നല്ല രസമായിരുന്നു ഇന്ന്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നതല്ലേ, അപ്പോൾ നോട്ട്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു, സമാധാനമായി. അപ്പോൾ ഇനി എൻ്റെ സാമഗ്രികളൊക്കെ ബാഗിൽ നിന്നെല്ലാം എടുത്ത് വെളിയിൽ വെച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, ഫ്രഷായിട്ട് കാപ്പിയൊക്കെ കുടിക്കണം. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇത്രയായിരുന്നു കോളേജ് ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ.